My dear students, ഡോക്ടർ ജെയിംസ് ടൈലർ കെന്റ് രചിച്ച ലെക്ചേഴ്സ് ഓൺ ഹോമിയോപ്പതിക് മെറ്റീരിയ മെഡിക്ക എന്ന പുസ്തകത്തെ ആധാരമാക്കിയുള്ള ഈ പ്രോഗ്രാമിലേക്ക് നിങ്ങൾക്കേവർക്കും വീണ്ടും സ്വാഗതം. ഈ പരമ്പരയുടെ 227ാമത്തെ എപ്പിസോഡിൽ കാലി ആഴ്സനിക്കോസം എന്ന അധ്യായത്തിൻ്റെ 3-ാം ഭാഗമാണ് നമ്മൾ പരിഗണിക്കുന്നത്. ഈ ഭാഗത്ത് വളരെ സവിശേഷമായ, വളരെ തനിമയുള്ള ചില പർട്ടിക്കുലേഴ്സാണുള്ളത്. ആയുഷ്കാലം നിലനിൽക്കുന്ന ചില തലവേദനകൾ, അതിൽ ഈ ഔഷധത്തിൻ്റെ പ്രയോഗം, മലേറിയ സപ്രസ് ചെയ്യുന്നതുകൊണ്ടുണ്ടാകുന്ന പ്രശ്നങ്ങൾ, ചെവിയുമായിട്ട് ബന്ധപ്പെട്ട നിരവധി പ്രശ്നങ്ങൾ, ചെവിയൊലിപ്പ്, കേൾവിശക്തി നഷ്ടപ്പെട്ടു പോകുന്നതിലൊരു സവിശേഷമായൊരു ക്രമം, വളരെ തനിമയുള്ളൊരു ക്രമം, കണ്ണുമായിട്ട് ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ, മൂക്കുമായിട്ട് ബന്ധപ്പെട്ട രക്തവാർച്ച, അങ്ങനെ വളരെ അധികം പ്രയോഗസാധ്യതയുള്ള ചില പർട്ടിക്കുലേഴ്സാണ് ഈ ഭാഗത്ത് വിവരിക്കുന്നത്. ദ ഫോർഹെഡ് പെർസ്പയേഴ്സ് ഈസിലി ആൻഡ് കംപ്ലൈൻറ്റ്സ് ആൻഡ് പെയിൻസ് കം ഓൺ ഫ്രം അൺകവറിങ് ദ ഹെഡ്. നെറ്റി വല്ലാതെ വിയർക്കുന്നു, തലയിലെ ആവരണം മാറ്റുമ്പോൾ പലതരം പ്രശ്നങ്ങളുണ്ടാകുന്നു, തലവേദന ഉണ്ടാകുന്നു. ഒരു പാശ്ചാത്യ കാലാവസ്ഥയിൽ പറയുന്ന കാര്യമാണത്. സദാ തൊപ്പി ധരിക്കും പുറത്തു പോകുമ്പോൾ, അല്ലെങ്കിൽ ഹുഡ് എന്തെങ്കിലും ധരിക്കും. ചൂട് കൂടുതലുള്ള സമയങ്ങളൊഴികെ ബാക്കി എല്ലാ സമയങ്ങളിലും അതുണ്ടാകും. അപ്പോൾ ആ തണുപ്പുള്ള സമയത്ത് ഈ തൊപ്പിയോ ഹുഡോ തലയിൽ നിന്ന് മാറ്റുമ്പോൾ തണുപ്പടിക്കുമ്പോൾ ഉണ്ടാകുന്ന പലതരം പ്രശ്നങ്ങളുണ്ടാകുന്നു, തലവേദന ഉണ്ടാകുന്നു. ഇവിടെ ഞാൻ നേരത്തെ ഒരു ഔഷധത്തിൻ്റെ കാര്യത്തിൽ പറഞ്ഞിരുന്നു, കടുത്ത ചൂടിൽ പോലും തൊപ്പി വയ്ക്കാതെ നടക്കാൻ പറ്റാതിരുന്ന ഒരാളുടെ കാര്യം അയാളെ ഹോമിയോപ്പതിയിലൂടെ സുഖപ്പെടുത്തിയതാണ്. അപ്പം അങ്ങനെയുള്ള ആളുകളുണ്ട്. ചൂട് സമയത്തും തല അൺകവർ ചെയ്യാൻ പറ്റാത്ത ആളുകളുണ്ട്. ദർ ആർ കൺജസ്റ്റീവ് പൾസേറ്റിംഗ് ഹെഡ് ഏക്സ് വിത്ത് ഇലക്ട്രിക് ഷോക്സ് ത്രൂ ദ ഹെഡ്. പലതരം തലവേദനകളുണ്ട്. വിങ്ങുന്ന തലവേദന, തലയിലൂടെ ഒരു വൈദ്യുത സ്പന്ദനം കടന്നുപോയിരുന്നതുപോലെ, ഷോക്ക് കടന്നുപോയിരുന്നതുപോലെയുള്ള തലവേദന ഒക്കെ ഉണ്ട്. ദ ഹെഡ് ഫീൽസ് കോൾഡ് ആൻഡ് ഈസ് സെൻസിറ്റീവ് ടു കോൾഡ് എയർ ആൻഡ് ടു ഡ്രാഫ്റ്റ്സ്. നേരത്തെ പറഞ്ഞ തന്നെ തണുപ്പിനോട് വളരെ സംവേദനക്ഷമതയുണ്ട്, ചെറിയ കാറ്റിനോട് ഒക്കെ സംവേദനക്ഷമതയുണ്ട്. ചിലർക്ക് ഫാൻ ഇടണമെങ്കിൽ തലയെ തൊപ്പി വെക്കണം. ഞാൻ അങ്ങനത്തെ ഒരാളെ കുറിച്ചാണ് പറഞ്ഞിട്ടുള്ളത്. ദ നെക്ക് ഈസ് സ്റ്റിഫ് ആൻഡ് ദ ഹെഡ് ഈസ് ഡ്രോൺ ടു വൺ സൈഡ്. കഴുത്ത് മുറുകി ഉറച്ചു പോകുന്നു, തല ഒരു വശത്തേക്ക് വലിഞ്ഞ പോലെ, ചരിഞ്ഞിരിക്കുന്ന പോലെ, തല നിവർത്തി വെക്കാൻ പറ്റാത്തൊരവസ്ഥ. ഡ്യൂറിങ് ദ ഹെഡ് ഏക്ക് ദ ഹെഡ് ഫീൽസ് ഹെവി ആൻഡ് എൻലാർജ്. തലവേദന ധാരാളമായിട്ടുണ്ട്. ആ സമയത്ത് തലയ്ക്ക് ഭാരം, തല വലുതായതുപോലുള്ള തോന്നൽ. ഇറക്ഷൻസ് വിത്ത് ക്രസ്റ്റ് ഡ്രൈ ഓർ മോയിസ്റ്റ് ഫോം അപ്പോൺ ദ സ്കാൽപ്പ്. തലയോട്ടിയിൽ ചൊറികളുണ്ടാകുന്നു, പരുക്കളുണ്ടാകുന്നു, അതിൽ പൊറ്റ വരുന്നു. അത് ഡ്രൈ ആകാം, അതിൽ നിന്ന് വെള്ളം ഒലിച്ച് മോയിസ്റ്റും ആകാം. ഇറ്റ് ഹാസ് ക്യൂർഡ് മെനി കേസ് ഓഫ് എക്സീമ. എക്സീമയുടെ നിരവധി അവസ്ഥകൾ ഇത് സുഖപ്പെടുത്തിയിട്ടുണ്ട്. ഫ്രം ദ സപ്രഷൻ ഓഫ് എറപ്ഷൻ ഓൺ ദ സ്കാൽപ്പ് മെനി ക്രോണിക് പീരിയോഡിക്കൽ ഹെഡ് ഏക്സ് ഹാവ് കം. അപ്പോൾ തലയിലുണ്ടാകുന്ന ഈ എറപ്ഷൻസ് അതിനെ സപ്രസ് ചെയ്യുന്നതുകൊണ്ട് വിട്ടുമാറാത്ത തരത്തിലുള്ള സ്ഥായിയായിട്ടുള്ള തലവേദന ഉണ്ടാകാൻ സാധ്യതയുണ്ട്. തലയിൽ എറപ്ഷനെ സപ്രസ് ചെയ്യുന്നത് വളരെ മാരകമായിട്ടുള്ള പല അവസ്ഥകളിലേക്ക് നയിക്കും. ഞാൻ നേരത്തെ ഒരിക്കലും പറഞ്ഞിട്ടുണ്ട്, എനിക്കൊന്ന് ബെൽറോണയിലാണെന്ന് തോന്നുന്നു, എൻ്റെ സഹോദരി തലയിൽ ചൊറിയുണ്ടായിരുന്നു. അന്നത്തെ കാലത്തൊക്കെ സർവ്വസാധാരണമാണ്. തലയിൽ ചൊറിയുണ്ടായിരുന്നു. അതിന് ഹോമിയോപ്പതി ഔഷധം കഴിച്ചു. അതുകൊണ്ട് അഗ്രവേഷൻ ഉണ്ടായി. പക്ഷെ അത് അഗ്രവേഷനാണെന്ന് തിരിച്ചറിയാനുള്ള കഴിവ് മുതിർന്നവർക്ക് ഇല്ലാതെ പോയി. ഞാൻ 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയമാണ്. പോയി എറണാകുളത്തെ പ്രസിദ്ധനായ ഡെർമറ്റോളജിസ്റ്റിനെ കണ്ടു. അദ്ദേഹം എന്തോ കുത്തിവെപ്പുകളൊക്കെ നടത്തി, തലയിൽ ഓയിൽമെൻറ്റും മറ്റു മരുന്നുകളൊക്കെ കൊടുത്തു. ഈ സംഭവത്തിന് ഒരു 2 ആഴ്ചക്കകം ഇവൾക്ക് തലച്ചോറിന് പെട്ടെന്ന് ഇൻഫെക്ഷനോ അങ്ങനെ എന്തോ വന്നു. തലച്ചോറിൻ്റെ പ്രവർത്തനം പൂർണ്ണമായിട്ട് നിലച്ചു. 10 ദിവസത്തിനകം മരിച്ചും പോയി. അതിനന്ന് കിട്ടിയ വിശദീകരണം അഞ്ചാമിനിയുടെ ആഫ്റ്റർ എഫക്റ്റ് എന്നാണ്. അഞ്ചാമിനി 1-2 മാസം മുമ്പ് വന്നിരുന്നു. അതിന് സാധാരണഗതിയിൽ ഹോമിയോപ്പതി മരുന്നാണെന്ന് എല്ലാ ആളുകളും, സാധാരണ അലോപ്പതി ഡോക്ടർമാർ പോലും കഴിക്കുന്നത്. ഹോമിയോപ്പതി മരുന്ന് കഴിച്ചു, മാറുകയും ചെയ്തിരുന്നു.
അപ്പം അത് വരുന്നവർക്ക് വരുന്ന ഒരു ആഫ്റ്റർ എഫക്റ്റ് എന്നുള്ള വ്യാഖ്യാനമാണ് കൊടുത്തത്. ഞങ്ങളൊക്കെ അത് വിശ്വസിച്ചു. പക്ഷെ പിന്നീട് ഞാൻ ഈ ബെലഡോണ വായിക്കുന്ന സമയത്താണ് അവൾ അന്ന് നിന്ന ലക്ഷണങ്ങൾ, അവൾക്ക് ആ ബോധക്ഷയം വരുന്ന അന്ന് 9 വയസ്സ് ആകുന്ന സമയമാണ്, ഉണ്ടായ ലക്ഷണങ്ങളെ എനിക്ക് ഓർമ്മ വന്നതും അത് എന്തുകൊണ്ട് സംഭവിച്ചു എന്നതിനെക്കുറിച്ചുള്ള കൃത്യമായിട്ടുള്ളൊരു കാഴ്ചപ്പാട് എനിക്ക് കിട്ടിയത് അപ്പോഴാണ്. അപ്പോൾ ഞാനിത് പറയാൻ കാരണം, ഇനിയിപ്പോൾ ഹോമിയോപ്പതി മരുന്ന് കടകളിൽ പോയി കഴിഞ്ഞാൽ അവിടെ നിരവധി ലേപനങ്ങളിങ്ങനെ ഇരിക്കുന്നതാണ്, സൾഫർ ഓയിൻമെൻറ്റ് ഒക്കെ അടക്കം. ഇതൊക്കെ ഹോമിയോപ്പതി കണ്ടെത്തിയ നമ്മളെ മഹാനായ മാസ്റ്റർ അടക്കം എല്ലാവരും നിരുത്സാഹപ്പെടുത്തിയിട്ടുള്ള കാര്യമാണ്. അത് ഹോമിയോപ്പതിക്കല്ല എന്ന് പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ്. പിന്നെ എന്തുകൊണ്ട് ഇത്തരം സാധനങ്ങൾ ഹോമിയോപ്പതി മരുന്ന് കടകളിൽ വരുന്നു എന്നെനിക്ക് അറിഞ്ഞുകൂടാ. ഇഞ്ചുറി കണ്ടീഷൻസിനല്ലാതെ വേറെ എന്തിനാണ് എക്സ്റ്റേണൽ ആപ്ലിക്കേഷൻ വേണ്ടി വരുന്നത് എന്നെനിക്ക് അറിഞ്ഞുകൂടാ. അപ്പോൾ ഇതേപോലെ ചൊറിയും മറ്റൊക്കെ ആയിട്ട് വരുമ്പോൾ, പ്രത്യേകിച്ചും തലയിലൊക്കെ ആയിട്ട് വരാൻ നേരത്ത്, വിശേഷം പെൺകുട്ടികളൊക്കെ ആണെങ്കിൽ അതൊരു സൗന്ദര്യ പ്രശ്നമായിട്ട് വരും, പെട്ടെന്ന് മാറണമെന്ന് ആഗ്രഹം വരും. അങ്ങനെയൊക്കെ വരുമ്പോൾ ഒരിക്കലും ഈ ഒരു വഴിക്ക് ചിന്തിക്കരുത്. ഈ പറഞ്ഞ പീരിയോഡിക്കൽ സിക്ക് ഹെഡേക്ക്, തലയിലെ ഇറപ്ഷൻ സപ്രസ് ചെയ്തുണ്ടാകുന്ന പീരിയോഡിക്കൽ സിക്ക് ഹെഡേക്ക് എൻ്റെ സ്വഭാവം പറയുന്നത് ലാസ്റ്റിംഗ് എ ലൈഫ് ടൈം, ആയുഷ്കാലം മുഴുവൻ നീണ്ടു നിൽക്കുന്നത്, ഓർ അണ്ടിൽ ക്യൂർഡ് വിത്ത് എ സിമിലർ റെമഡി, അല്ലെങ്കിൽ സമാനമായ ഒരു ഹോമിയോപ്പതിക് ഔഷധം ഉപയോഗിച്ച്, കലി ആഴ്സനിക്കോസം പോലുള്ള സമാനമായ ഔഷധം ഉപയോഗിച്ച് ഒന്നുകിൽ സുഖപ്പെടുക അല്ലെങ്കിൽ ആയുഷ്കാലം നിലനിൽക്കുക. അപ്പം അങ്ങനത്തെ ഒരു അവസ്ഥയുടെ വളരെ വയലൻ്റായൊരു കേസായിരുന്നു എൻ്റെ സഹോദരിക്കുണ്ടായതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ആ ഒരു കണ്ടീഷനിൽ വാസ്തവത്തിൽ വെറുതെ ഒരു ഡോസ് ബെല്ലഡോണ കൊണ്ട് മാറേണ്ടതായിരുന്നു ആ ലക്ഷണങ്ങളിൽ, ആ സമയത്ത് കൊടുത്തു കഴിഞ്ഞാൽ. അത് സംഭവിച്ചില്ല. ദീസ് ഹെഡേക്സ് ബിഗിൻ ഇൻ ദ ആഫ്റ്റർനൂൺ ആൻഡ് ഈവനിങ്, വെരി സീവിയർ ആഫ്റ്റർ മിഡ് നൈറ്റ്, വേഴ്സും കോൾഡ് എയർ ആൻഡ് ഫ്രം എ ഡ്രാഫ്റ്റ്. ഈ തലവേദനകൾ ഉച്ചകഴിഞ്ഞാണ് ആരംഭിക്കുന്നത്, അല്ലെങ്കിൽ സായാഹ്നത്തിലാണ്, അർദ്ധരാത്രിക്ക് ശേഷം വളരെ രൂക്ഷമാകുന്നു. തണുത്ത കാറ്റുകൊണ്ടും തണുപ്പ് കൊണ്ടും അത് വർദ്ധിക്കുന്നു. ഹെഡേക്സ് കോസ്ഡ് ബൈ ചെക്കിങ് എ ക്രോണിക് കാറ്റാർ ഓർ സച്ച് ആസ് കം വിത്ത് കൊറൈസ ഓർ വിത്ത് ഗ്യാസ്ട്രിക് ഡിസ്റ്റർബൻസസ്. അപ്പോൾ തലവേദന ഉണ്ടാകുന്ന മറ്റൊരു സാഹചര്യം പറയാണ്, പഴകിയ ജലദോഷങ്ങളെ, മുക്കൊലിപ്പുകളെ, കഫമൊലിപ്പിനെയൊക്കെ ഇതേപോലെ സപ്രസ് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ ഉദരസംബന്ധമായ പ്രശ്നങ്ങളോട് ചേർന്ന് വരുന്ന ഈ കാറ്റാറൽ കണ്ടീഷൻസ് അതിനെ സപ്രസ് ചെയ്യുന്നതുകൊണ്ടായ തലവേദന. റൊമാറ്റിക് ഹെഡേക്സ്, കൺജസ്റ്റീവ് ഹെഡേക്സ് ഡ്യൂറിങ് ചിൽ, തണുപ്പിന് കുളിരിൻ്റെ സമയത്ത്, കുളിരും പനിയും വരുന്ന സമയത്ത് തല വിങ്ങുന്ന പോലുള്ള, നിറഞ്ഞിരിക്കുന്ന പോലുള്ള വേദന. ഡ്യൂറിങ് ഫീവർ ആൻഡ് ഡ്യൂറിങ് മെൻസസ്, പനിയുടെ സമയത്തും ഇതുണ്ട്, ആർത്തവ സമയത്തും ഇത്തരമുള്ള തലവേദനകളുണ്ട്. ഓൾ ഹെഡേക്സ് ഓഫ് ദിസ് റെമഡി ആർ അഗ്രവേറ്റ് ആഫ്റ്റർ ഈറ്റിംഗ്. പ്രധാനപ്പെട്ട സവിശേഷത, ആഹാരം കഴിഞ്ഞ ശേഷം തലവേദന വർദ്ധിക്കുന്നു. പൊതുവെ വയറ് വിശന്നിരിക്കുമ്പോൾ തലവേദന വരുന്നു എന്നാണ് ഒരു കോമൺ ആയിട്ട് വരുന്ന സിംറ്റം. ആഹാരം കഴിച്ചു കഴിയുമ്പോൾ മാറുകയും ചെയ്യും. പക്ഷെ ആഹാരം കഴിച്ചു കഴിഞ്ഞ് വരുന്ന തലവേദന കാരി ആർസനിക്കോസത്തിൻ്റെ ഒരു സവിശേഷമായ ലക്ഷണമാണ്. വൈൽ ലൈയിങ്, ഡ്യൂറിങ് മോഷൻ, ഫ്രം നോയ്സ്, ആഫ്റ്റർ സ്ലീപ്പ്, ഫ്രം സ്റ്റാൻഡിങ് ആൻഡ് വാക്കിംഗ് ഇൻ കോൾഡ് എയർ. അപ്പോൾ തലവേദനയുടെ അഗ്രവേഷൻ ഭക്ഷണം കഴിച്ചതിന് ശേഷം, കിടക്കുമ്പോൾ, ചലിക്കുമ്പോൾ, ഒരു ശബ്ദം കേൾക്കുമ്പോൾ, ഉറക്കത്തിന് ശേഷം, നേരെ നിൽക്കുമ്പോൾ, നടക്കുമ്പോൾ, തണുത്ത വായിൽ നടക്കുമ്പോൾ. ഇനി അമീലറേഷൻ ഫ്രം സിറ്റിംഗ്, ഇരിക്കുമ്പോൾ കുറയും. എക്സ്റ്റേണൽ ഹീറ്റ്, ചൂട് കൊടുക്കുമ്പോൾ കുറയും. ചൂട് പാനീയങ്ങൾ കുടിക്കുമ്പോൾ കുറയും. തലയെ മൂടിക്കെട്ടുമ്പോൾ, റാപ്പ് ചെയ്യുമ്പോൾ കുറയും. ദ പെയിൻസ് ആർ പാരോക്സിമൽ ആൻഡ് ദ ഹെഡേക്സ് ആർ ഓഫൺ പീരിയോഡിക്കൽ. അപ്പോൾ പെട്ടെന്ന് വന്നു പോകുന്ന തരത്തിലുള്ള നിശ്ചിത ഇടവേളയിൽ വന്നു പോകുന്ന തരത്തിലുള്ള തലവേദനകളുണ്ട്. ദ പെയിൻസ് കം ഇൻ ദ ഫോർഹെഡ് ഓർ ദ ഐസ് ആൻഡ് ഇൻ ദ ഒക്സിപ്യൂട്ട് ആൻഡ് ഇൻ പാരിയേറ്റൽ ബോൺസ്. അപ്പോൾ നെറ്റിയിൽ, ഉച്ചിയിൽ, അങ്ങനെ എല്ലാ സ്ഥലങ്ങളിലും തലവേദന വരാം. സൈഡ്സ് ഓഫ് ഹെഡ് ബിക്കം സോർ, തലയുടെ വശങ്ങൾ വല്ലാത്ത ഒരു വേദന വരാം. ബേണിംഗ്, സ്റ്റിച്ചിങ് ആൻഡ് ടിയറിങ് ആർ മോസ്റ്റ് കോമൺ പെയിൻസ്. ഈ വേദനയുടെ സ്വഭാവം പൊള്ളുന്ന തരത്തിലുള്ളത്, കുത്തുന്ന തരത്തിലുള്ളത്, വലിച്ച് കീറുന്ന തരത്തിലുള്ളത്.
പ്രസ്സിങ് ഔട്ട്വേർഡ് ഓവർ ദ ഐസ്, കണ്ണിലൂടെ പുറത്തേക്ക് തള്ളി വരുന്ന മാതിരി. ആൻഡ് സ്റ്റിച്ചിങ് ഓൺ കോഫിങ്, ചുമക്കാൻ നേരത്ത് കുത്തുന്ന പോലുള്ള വേദന. ടിയറിങ് ഓവർ ഐസ് ആൻഡ് ഇൻ ഒക്സിപ്യൂട്ട്, കണ്ണുകളുടെ മേലിൽ തലയുടെ പുറകിൽ ഒക്കെ വലിച്ചു കീറുന്ന പോലുള്ള വേദനയുണ്ട്. മെനി ഓഫ് ദീസ് ഹെഡ് ഏക്സ് കം ഓൺ ഫ്രം സപ്രസ്ഡ് മലേറിയ, മലേറിയയുടെ സപ്രഷൻ കൊണ്ട് ഇങ്ങനത്തെ നിരവധി തരം തലവേദനകൾ വരാം. ആൻഡ് ഇറ്റ് വിൽ ബി സ്റ്റേറ്റഡ് ദാറ്റ് ദീസ് ഹെഡ് ഏക്സ് ബിഗാൻ ആഫ്റ്റർ ഹാവിംഗ് ബീൻ ക്യൂവേർഡ്. ക്യൂവേർഡ് എന്നുള്ള ക്വസ്റ്റ്യൻ മാർക്ക് ബ്രാക്കറ്റ് ഇട്ടിട്ടുണ്ട്. അതായത് ക്യുനീനോ അതേപോലുള്ള മരുന്നുകളോ കൊടുത്ത് സുഖപ്പെടുത്തി എന്ന് പറഞ്ഞതിന് ശേഷം, മലേറിയയെ ഞങ്ങൾ സുഖപ്പെടുത്തി എന്ന് പറഞ്ഞതിന് ശേഷമാണ് ഈ ഇത്തരം തലവേദനകൾ വരുന്നത്. അപ്പോൾ അത് സുഖപ്പെടലല്ല, അത് സപ്രഷനാണെന്നുള്ള കാര്യം അതിന് വ്യക്തമാണ്. ദിസ് റെമഡി ഈസ് ആൻ എക്സലന്റ് ആന്റിഡോട്ട് ടു ദ അബ്യൂസ് ഓഫ് ക്യുനൈൻ. അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ നമ്മൾ ചിന്തിക്കുമ്പോൾ ക്യുനീനുള്ള നല്ലൊരു ആന്റിഡോട്ടാണ് കാലി ആർസനിക്കോസം. കാറ്റാറക് കണ്ടീഷൻസ് ഓഫ് ദ ഐസ്, എക്സ്കോറിയേറ്റിംഗ് മ്യൂക്കസ് ഡിസ്ചാർജസ് ആൻഡ് ദ ലിഡ്സ് സ്റ്റിക്ക് ടുഗദർ ഇൻ ദ മോർണിംഗ്. അപ്പോൾ കണ്ണിലും ഇതേപോലെ കാറ്റാറക് കണ്ടീഷൻസ് ഉണ്ട്. കഫം ഇളകുന്ന ഒരവസ്ഥയുണ്ട്. ഈ കഫത്തിൻ്റെ ഡിസ്ചാർജുകൾ സ്പർശിക്കുന്ന ഇടങ്ങളിലൊക്കെ തൊലി ദ്രവിച്ചു പോവും, കൺപോളകൾ തമ്മിൽ ചേർന്ന് ഒട്ടിപ്പോവും. അത് കൂടുതലും പ്രഭാതത്തിലാണ്. ദ വെയിൻസ് ആർ ഇൻജക്റ്റഡ്, ദ ബാൾസ് ഫീൽ എൻലാർജ് ആൻഡ് ദർ ഇസ് ഫ്രീ ലാക്രിമേഷൻ. അപ്പോൾ കണ്ണിലുള്ള രക്തക്കൊഴലുകൾ തള്ളി വരുന്നു, നേത്രഗോളം വലുതായ പോലെ തോന്നുന്നു, വല്ലാതെ കണ്ണീരൊലിപ്പുണ്ടാകുന്നു. ഐസ് ലുക്ക് ഗ്ലാസി, പെയിൽ, ഫിഷി, കണ്ണ് ഇങ്ങനെ സ്ഫടികം പോലെ വിളറിയതുപോലെ ഒക്കെ തോന്നുന്നു. ഓപ്പണിംഗ് ഓഫ് ദ ലിഡ്സ് ഡിഫിക്കൽട്ട് ബിക്കോസ് ഓഫ് ഡ്രൈനെസ്. അപ്പോൾ കണ്ണ് വരണ്ടു പോയതുകൊണ്ട് കൺപോളകൾ തുറക്കാൻ പ്രയാസം, ഒട്ടിപ്പോയ പോലെ തോന്നും. എഡീമ അണ്ടർ ദ ഐസ്, കണ്ട കീഴ്പോളയിൽ വെള്ളം കെട്ടൽ. ആൻഡ് ദ ലിഡ്സ് ആർ സോളൻ, കൺപോളകൾ വീർത്തു വരുന്നു. അൾസറേഷൻ ഓഫ് ദ കോർണിയ, കോർണിയയിൽ വ്രണങ്ങൾ. ദ ഐസ് ആർ ജോണ്ടീസ് ആൻഡ് ഈവൻ ആൻഡ് ടിയേഴ്സ് ആക്രിഡ്. അപ്പോൾ കണ്ണുകളിങ്ങനെ മഞ്ഞച്ചിരിക്കും, കണ്ണീര് സ്പർശിക്കുന്ന ഇടങ്ങളിൽ പൊള്ളലും മറ്റുമൊക്കെ ഉണ്ടാകും. സ്റ്റെയറിങ് ഫിക്സഡ് സ്റ്റാർട്ടിൽ ലുക്ക്, ഇങ്ങനെ തുറച്ചു നോക്കുന്ന പോലുള്ള നോട്ടം, ഒരു സ്ഥലത്ത് ഫിക്സ് ചെയ്ത പോലുള്ള നോട്ടം. സ്പോട്സ് ഓൺ ദ കോർണിയ, റെഡ്നെസ് ഓഫ് ദ ഐസ് ആൻഡ് ലിഡ്സ്, കണ്ണിനും കൺപോളകളിലും ചുവന്ന നിറം. പെയിൻസ് അറ്റ് നൈറ്റ്, വേർഡ്സ് ഫ്രം മോഷൻ ആൻഡ് റീഡിങ് ആൻഡ് അമീറഡ് ഫ്രം വാംസ്. അപ്പോൾ കണ്ണിന് വേദന, രാത്രി കണ്ണിന് വേദന കൊണ്ട് ചലനം കൊണ്ട് വർദ്ധിക്കും, വായന കൊണ്ട് വർദ്ധിക്കും. ശമിക്കുന്നത് ചൂട് പിടിക്കുമ്പോഴാണ്. തലവേദനയുടെ പോലെ തന്നെ ചൂട് പിടിക്കുമ്പോഴാണ് കണ്ണിൻ്റെ വേദനകളും കണ്ട പ്രശ്നങ്ങളും ശമിക്കുന്നത്. ദ പെയിൻസ് ആർ ബേണിംഗ്, ടിയറിങ് ആൻഡ് പ്രസ്സിങ്. പൊള്ളുന്ന തരത്തിലുള്ള, വലിച്ചു കയറുന്ന തരത്തിലുള്ള, ഞെക്കുന്ന തരത്തിലുള്ള വേദനകളുണ്ട്. സെൻസേഷൻ ഓഫ് സാൻഡ് ഇൻ ഐസ്, കണ്ണിൽ മണ്ണ് പോയതുപോലെ. ഈ കണ്ണിക്കേട്, കൺജക്റ്റിവിറ്റീസ് ഒക്കെ ഉണ്ടാകുമ്പോൾ വരുന്ന ലക്ഷണങ്ങളാണ് അതൊക്കെ കാണിക്കുന്നത്. സ്മാർട്ടിങ് ഇൻ ദ ഐസ് വൈൽ റീഡിങ്, വായിക്കുമ്പോൾ കണ്ണിലാകെ നീറ്റല്. ദർ ആർ കളേഴ്സ് ഇൻ ദ ഫീൽഡ് ഓഫ് വിഷൻ, കാഴ്ചയുടെ ആ ഒരു മേഖലയിൽ പലതരം നിറങ്ങൾ കാണുന്നു, കൂടുതലും പച്ചയും മഞ്ഞയുമാണ്. വിഷൻ ഈസ് ഡിം ആൻഡ് ഫോഗി, കാഴ്ച മങ്ങിപ്പോകുന്നു, ഒരു മൂടൽ മഞ്ഞിലൂടെ നോക്കുന്ന പോലത്തെ ഒരു അവസ്ഥ. സ്പാർക്സ് ബിഫോർ ഐസ്, കണ്ണിന് മുന്നിൽ ഇങ്ങനെ പ്രകാശ രേണുകൾ ഇങ്ങനെ വരുന്ന പോലെ. ഞാൻ ഈ കണ്ണട വെക്കുന്ന സമയത്ത് ഞാൻ 9ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ്, അന്ന് കണ്ണിൽ മരുന്നൊഴിച്ച് മണിക്കൂറുകളോളം ഇങ്ങനെ ഇരിക്കണം. എറണാകുളത്തെ പ്രമുഖമായ ഒരു ആശുപത്രിയിലാണ്. നിരവധി പേരുണ്ടാവും. അപ്പോൾ പലരും കണ്ണിൻ്റെ പ്രയാസങ്ങൾ പലരും പറയും. ഒത്തിരി പ്രയാസങ്ങൾ, ഒത്തിരി പ്രശ്നങ്ങൾ. പിന്നെ സംബന്ധിച്ചോളം കാഴ്ചക്കുറവെന്നല്ലാതെ വേറെ പ്രശ്നമൊന്നുമില്ലായിരുന്നു. അപ്പോൾ ഈ പോലെ ഫ്ലിക്കറിങ്, കളർ വിഷൻ, ഡിം വിഷൻ, ഫോഗി സൈറ്റ്, ഇതൊക്കെ ചില സ്പോട്ടുകളിൽ കാണാൻ പറ്റായ്യ, ഒത്തിരി പ്രശ്നങ്ങൾ കുട്ടികളും മുതിർന്നവരും ഒക്കെ ഉണ്ടായിരുന്നു. അതിലൊരാളെ പിന്നീട് ഞാൻ അയാളെ തേടിപ്പിടിച്ച് ഹോമിയോപ്പതി ചികിത്സയിലേക്ക് കൊണ്ടുപോയി സുഖപ്പെടുത്തിയ കാര്യം ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. ആസ്തനോപ്പിയ, വിഷൻ ലോസ്റ്റ്. ആസ്തനോപ്പിയ കണ്ണുമായിട്ട് ബന്ധപ്പെട്ട ഒരുവിധപ്പെട്ട പ്രശ്നങ്ങളെല്ലാം ആസ്തനോപ്പിയയിൽ വരും. വിഷൻ ലോസ്റ്റ്, കാഴ്ച നഷ്ടപ്പെട്ടു, അവസാനം കാഴ്ചയും നഷ്ടപ്പെട്ടു. ദ ഇയേഴ്സ് ടിങ്കിൾ ആൻഡ് ആർ ഹോട്ട്, ചെവിയുമായിട്ട് ബന്ധപ്പെട്ട് നിരവധി പ്രശ്നങ്ങളുണ്ട്. അവിടെ ഇങ്ങനെ ചെറിയ പൊട്ടുന്ന പോലെ അല്ലെങ്കിൽ ഇങ്ങനെ തുള്ളി വീഴുന്ന പോലുള്ളൊരു ഇതുണ്ടാകും. ചെവിക്ക് ചൂടുണ്ടാകും, ചെവി വീർത്ത് കെട്ടിയിരിക്കും, ചെവിയിൽ
ഇറപ്ഷൻസ്, പരുക്കൾ വരാം, ചെവികൾ തണുത്തിരിക്കും, ചെവി ഒലിപ്പുണ്ട്, അത് രക്തം ഒലിക്കുന്നതുണ്ട്, അത് ദുർഗന്ധം, മഞ്ഞ നിറത്തിലുള്ള പഴുപ്പൊലിക്കൽ, ഇച്ചിങ് ഡീപ്പ് ഇൻ ഓഡിറ്ററി കനാൽ, കേൾവിയുടെ ആ ഒരു കനാലിൻ്റെ ഉൾഭാഗത്തായിട്ട് അവിടെ ചൊറിച്ചിൽ, നോയ്സസ് ഇൻ ദ ഇയേഴ്സ്, ബസ്സിങ്, ക്രാക്കിംഗ്, ഹാമിങ്, റിങ്ങിങ്, റോറിങ്, റഷിങ് ആഫ്റ്റർ ക്യുനീൻ. ഈ മലേറിയയ്ക്ക് ക്യുനീൻ കഴിച്ച ശേഷമാണ് ഈ ചെവിയുടെ ഒത്തിരി പ്രശ്നങ്ങൾ, നിരവധി പ്രശ്നങ്ങളുണ്ട്. എല്ലാത്തരം വേദനകളും എല്ലാത്തരം പ്രയാസങ്ങളും എല്ലാത്തരം ശബ്ദങ്ങളുമുണ്ട്. ഇയറേക്ക് ഈവനിങ് ആൻഡ് നൈറ്റ്, സായാഹ്നമാകുമ്പോൾ രാത്രിയിലൊക്കെ ചെവിയിൽ വേദന. അമീൽ റെഡ് ബൈ ഹെയ്റ്റ്. അപ്പോൾ കാലി ആസ്നിക്കോസത്തിൻ്റെ ഒട്ടുമിക്ക ലക്ഷണങ്ങളും തലവേദന ഒക്കെ നമ്മൾ കണ്ടു. ചെവിയുടെ പ്രശ്നങ്ങളും കണ്ണിൻ്റെ പ്രശ്നങ്ങളും ഒക്കെ ചൂട് പിടിക്കുമ്പോഴാണ് ശമനമുള്ളത്. അഗ്രവേറ്റഡ് ഇൻ കോൾഡ് എയർ, തണുത്ത വായു അടിക്കുമ്പോൾ വർദ്ധിക്കുകയും ചെയ്യും. ദ പെയിൻസ് ആർ ബേണിങ്, സ്റ്റിച്ചിങ് ആൻഡ് ടിയറിങ്, പൊള്ളുന്ന തരത്തിലുള്ള വേദന, കുത്തുന്ന തരത്തിലുള്ള, വലിച്ചു കീറുന്ന തരത്തിലുള്ള അങ്ങനെയുള്ള വേദനകൾ. ദി ഹിയറിംഗ് ഈസ് അറ്റ് ഫസ്റ്റ് അക്യൂട്ട്, ലേറ്റർ ഇമ്പയേർഡ് ആൻഡ് ഫൈനലി ലോസ്റ്റ്. വളരെ സവിശേഷമായൊരു പ്രോഗ്രഷനാണ്. ആദ്യം വളരെ നിസ്സാര ശബ്ദങ്ങൾ പോലും കേൾക്കും, കേൾക്കേണ്ടാത്ത ശബ്ദങ്ങൾ പോലും മാഗ്നിഫൈ ചെയ്ത് കേൾക്കും. പിന്നീട് കേൾവി കുറയും, അവസാനം കേൾവി തീരെ ഇല്ലാതാകും. ഇതാണ് അതിൻ്റെ ആ ഒരു ക്രമം. ദിസ് റെമഡി ക്യൂവേഴ്സ് ക്രോണിക് നാസൽ കാറ്റാറ ദാറ്റ് ഹാസ് ലാസ്റ്റഡ് ഫ്രം ചൈൽഡ്ഹുഡ് വെൻ ദ ഡിസ്ചാർജ് ഈസ് എസ്കോറിയേറ്റിംഗ്, ബ്ലഡി, ബേണിംഗ്, ഗ്രീനിഷ്, തിക്ക് ഓർ യെല്ലോ. മൂക്കൊലിപ്പ്, കഫൊലിപ്പ്, അത് ശൈശവകാലം മുതലുള്ള മൂക്കൊലിപ്പിനെ ഈ ഔഷധം കാലി ആസ്നിക്കോസം സുഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ഈ ഡിസ്ചാർജ് സ്വഭാവം എന്താണ്? ആ ഡിസ്ചാർജ് സ്പർശിക്കുന്ന ഇടങ്ങളിലൊക്കെ തൊലി ദ്രവിക്കും, രക്തം കലർന്നതാണ്, പൊള്ളുന്നതാണ്, പച്ച നിറമുള്ളതാണ്, കട്ടിയുള്ളതാണ്, പച്ച അല്ലെങ്കിൽ മഞ്ഞയും വരാം. ഇങ്ങനെയുള്ള ആ കഫം ഒലിപ്പ്, ശൈശവകാലം മുതലുള്ള ഒലിപ്പ്, അതിനെ ഈ ഔഷധം സുഖപ്പെടുത്തിയിട്ടുണ്ട്. ഇറ്റ് ഈസ് പ്യൂറലൻ്റ് ആൻഡ് ഒഫൻസീവ്, ദുർഗന്ധമുള്ളതാണ്, വല്ലാതെ കട്ടിയുള്ളതാണ്. ഡ്രൈനസ് ഇൻ നോസ് അറ്റ് നൈറ്റ്, രാത്രിയിൽ മൂക്ക് വരണ്ടിരിക്കും. ദ നോസ് ഈസ് ഒബ്സ്ട്രക്റ്റഡ്, മൂക്ക് അടഞ്ഞിരിക്കും. എപ്പിസ്റ്റാക്സിസ്, നോസ് ബ്ലീഡ് ഉണ്ട്, മൂക്കിൽ നിന്ന് രക്തവാർച്ച. ഇച്ചിങ് ഓഫ് നോസ്, മൂക്കിൽ ചൊറിച്ചിൽ. ആൻഡ് സൈഡ് ഓഫ് നോസ്, മൂക്കിൻ്റെ വശങ്ങളിലും മൂക്കിൻ്റെ അകത്തും മൂക്കിൻ്റെ പുറത്ത് വശങ്ങളിലും ഒക്കെ ചൊറിച്ചിലുണ്ട്. സ്നീസിങ് ഫ്രീക്വൻ്റ് ആൻഡ് വയലൻറ്റ്, വളരെ ശക്തമായ ഇടയ്ക്കിടെ ഉണ്ടാകുന്ന തുമ്മൽ. പർട്ടിക്കുലേഴ്സ് ആണെങ്കിലും വളരെ ശക്തമാണ്, കൃത്യമായിട്ടുള്ള മൊഡാലിറ്റീസും ഉണ്ട്. ഇങ്ങനെയുള്ള മൊഡാലിറ്റീസ് വളരെ ക്ലിയറാണ്, അത് വളരെ എളുപ്പത്തിൽ സുഖപ്പെടുത്തുന്നതുമാണത്. കാലി ആർസനിക്കോസത്തിൻ്റെ ഇതുപോലുള്ള നിരവധി പർട്ടിക്കുലേഴ്സ് വീണ്ടും വരുന്നുണ്ട്. അടുത്ത 1-2 എപ്പിസോഡുകളിലായി അവയും നമുക്ക് കേൾക്കാം. താങ്ക് യു വെരി മച്ച് ഫോർ വാച്ചിങ്.